ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു കേക്കിൻ്റെ വർക്ക് കേക്ക് കൊടുക്കുന്നതിൻ്റെ തലേദിവസം തൊട്ട് തുടങ്ങിയതാണ് കേട്ടോ. തലേദിവസം പുലർച്ചെയാണ് ഞാൻ ഈ ഫോണ്ടൻ വർക്കൊക്കെ ചെയ്യുന്നത്. കളർ മിക്സിങ് ചെയ്യുമ്പോൾ കൈക്ക് ഗ്ലൗസ് ഇട്ടിട്ട് തന്നെയാണ് എല്ലാ കളറും നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുള്ളത്. പക്ഷേ നമുക്ക് ഫോണ്ടൻ വർക്കിലേക്ക് കടക്കുമ്പോൾ ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ശരിക്കൊരു പെർഫെക്ഷൻ വരില്ല. അതുകൊണ്ട് ഞാൻ കൈ നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ് വർക്കിലേക്ക് കടക്കുന്നത്. ഇത് ഞാനിപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ചില ഹോം ബേക്കേഴ്സിൻ്റെ വീഡിയോസിൻ്റെ കമൻറ്റിൽ ഞാൻ കാണാറുണ്ട് ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്തുകൂടെ എന്നൊക്കെയുള്ള കമൻറ്റുകൾ. നമുക്ക് ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യുമ്പോൾ ഫോണ്ടൻ വർക്ക് അത്ര പെർഫെക്ഷനിൽ കിട്ടില്ല. അതുകൊണ്ടാണ് ഗ്ലൗസ് സ്കിപ്പ് ചെയ്യുന്നത്. എന്നാലും നമ്മൾ കൈയെല്ലാം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് തന്നെയാണ് ഇത്തരം വർക്കുകൾ ചെയ്യുന്നത്. ഒരു കേക്കിന് എനിക്ക് ഓർഡർ തന്നിട്ടുള്ളത് തേജയായിരുന്നു. തേജയുടെ മകൻ്റെ 1ാം പിറന്നാളായിരുന്നു. 4ാം തവണയാണ് കേട്ടോ ഞാൻ ഈ ഒരു സെയിം ഡിസൈൻ ചെയ്യുന്നത്. ആദ്യമായിട്ട് ഈ ഒരു വർക്കിൻ്റെ ഓർഡർ തന്നിട്ടുള്ളത് റോസ്നേച്ചി ആയിരുന്നു. റോസ്നേച്ചിയുടെ മോൾക്ക് ടെഡ്ഡി ബിയറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു ലയണും ടെഡ്ഡി ബിയറും വെച്ചിട്ട് കേക്ക് ചെയ്യാമോ എന്ന് എന്നോട് ചോദിച്ചു. വാഞ്ചോ കേക്കിൽ കുറച്ച് ടോളായിട്ട് ചെയ്യാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ടെഡ്ഡി ബിയറൊക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും സിംഹത്തിനെ ആദ്യമായിട്ടായിരുന്നു ഉണ്ടാക്കുന്നത്. അടുത്ത കേക്കിന് ഓർഡർ കിട്ടിയിട്ട് തലേദിവസം തന്നെ ഞാൻ ടെഡ്ഡി ബിയറും സിംഹവും ഒക്കെ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ അത് ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് റോസ്നേച്ചി വീണ്ടും വിളിക്കുന്നത്. കേക്കിലേക്ക് വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഒരു ആനിമൽസിനെ കൂടി വെച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ സിംഹത്തിനൊക്കെ പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ധൈര്യത്തിൽ ഞാനൊരു ആനക്കുട്ടനെയും കൂടി അങ്ങ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 ടെഡ്ഡി ബിയറും ഒരു ആനയും മുകളിലൊരു സിംഹവും വെച്ചിട്ട് ഞാൻ കേക്കിൻ്റെ ലുക്ക് ഫിനിഷ് ചെയ്തെടുത്തു. അതവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മോൾക്കും ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. പിന്നീട് 2 തവണ കസ്റ്റമർക്ക് ഞാൻ ചെയ്ത മോഡൽ അയച്ചു കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ഈ മോഡൽ തന്നെയാണ് അവർ സെലക്ട് ചെയ്തത്. അങ്ങനെ ഇത് 4ാമത്തെ തവണയാണ് ഞാൻ ഈ ഒരു സെയിം ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു. 1.5 kg ബ്ലാക്ക് ഫോറസ്റ്റ് ടോളായിട്ട് ചെയ്തിട്ട് അതിൽ ആനിമൽസ് വെച്ചിട്ടാണ് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ ഫില്ലിങ്ങിനായിട്ട് കണ്ടൻസ്ഡ് മിൽക്കും കാഷ്യൂവും ബദാമും ബ്ലാക്ക് ചോക്കോ ചിപ്സുമാണ് എടുത്തിട്ടുള്ളത്. തലേദിവസം വേറെയും 3 കേക്കുള്ളത് കാരണം ഫോണ്ടൻ ഡെക്കറേഷൻ മുഴുവനാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 2 ടെഡ്ഡി ബിയറും സിംഹവും ഉണ്ടാക്കി എയർ ടൈറ്റായിട്ട് വെച്ചു. അതിനുശേഷം കേക്ക് ക്രം കോട്ട് ചെയ്ത് വെച്ചു. പിന്നെ പിറ്റേ ദിവസം പുലർച്ചെ എഴുന്നേറ്റിട്ടാണ് എലിഫൻറ്റിനുണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് ചെയ്തെടുക്കുന്ന ഫോണ്ടൻ ഡെക്കറേഷനൊക്കെ ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓവൻ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഓഫ് ചെയ്ത് ഫോണ്ടൻ ഡെക്കറേഷനൊക്കെ ഡ്രൈ ചെയ്യാൻ വെക്കാവുന്നതാണ്. നമ്മൾ ആനക്കുട്ടൻ്റെ മൂക്കൊക്കെ റെഡിയാക്കാൻ കുറച്ചൊന്ന് പാടുപെട്ടു. 5:45 ചെയ്യാൻ തുടങ്ങിയ ആനക്കുട്ടൻ ഫിനിഷ് ആകുമ്പോഴത്തേക്കും സമയം 6:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഫിനിഷ് ചെയ്ത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട പൂരിക്ക് കുഴച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല അടിപൊളി പൂരിയും ബാജിക്കറിയും ഒക്കെ കൂട്ടി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. മോനെ സ്കൂളിൽ അയച്ചതിന് ശേഷമാണ് അടുത്ത കേക്ക് വർക്ക് തുടങ്ങുന്നത്. ഞാനിവിടെ ഫിയോനയുടെ വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ കേക്ക് ഫൈനൽ കോട്ട് ചെയ്യണം. അപ്പോൾ ഫൈനൽ കോട്ട് ചെയ്യാനായിട്ട് ഞാൻ എടുക്കുന്നത് ചെറിയൊരു ഓഫ് വൈറ്റ് കളറിലുള്ള ക്രീമാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വൈറ്റ് ക്ലൗഡും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്. അപ്പോൾ വൈറ്റിൽ ക്രീം ചെയ്ത് കഴിഞ്ഞാൽ ക്ലൗഡ് തീരെ കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഓഫ് വൈറ്റായിട്ട് കളർ ചെയ്യുന്നത്. ഫോൺ ഇതുപോലെ സെൽഫി മോഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് അതിൽ നോക്കി ഒന്ന് ചിരിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ റിവേഴ്സ് മോഡാക്കി വെച്ചാൽ വീഡിയോ എടുക്കുന്ന കാര്യം തീരെ ഓർമ്മയുണ്ടാവില്ല. അതാണ് സലിമൂത്ത പറഞ്ഞതുപോലെ ചിരിയൊന്നും വരാത്തത്. ഇനി കേക്കിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് എടുത്തു വയ്ക്കാം. ഒരു ടെഡ്ഡി ബിയറിന് ചെറിയൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് കൊണ്ട് ചെറിയ പുള്ളികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലുള്ള ഫൗണ്ടൻ ഡെക്കറേഷൻ വീഡിയോ കാണാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഫൗണ്ടൻ ഡെക്കറേഷൻ്റെ മേക്കിംഗ് വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നമ്മൾ സിംഹച്ചാര കേക്കിൽ എടുത്തു വെക്കാൻ നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ വാല് മുറിഞ്ഞ് ബോക്സിലേക്ക് തന്നെ വീണു. അത് പിന്നീട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ നമ്മുടെ എല്ലാ ആനിമൽസിനെയും കേക്കിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സ്റ്റാർസ് കൂടി വെച്ചിട്ട് കേക്കിൻ്റെ ലുക്ക് ഫിനിഷ് ചെയ്യാം. 6 ഇഞ്ച് വരുന്ന കേക്ക് ടിന്നിൽ 3 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനെ പിന്നീട് 6 ലെയറായിട്ട് കട്ട് ചെയ്തു. അങ്ങനെയാണ് ഇത്രയും ഹൈറ്റ് കിട്ടിയിട്ടുള്ളത്.
1.5 കിലോ കേക്ക് പറഞ്ഞിട്ടുള്ളതെങ്കിലും ഫിനിഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കേക്ക് ഏകദേശം 2 കിലോ. എൻ്റെ കയ്യിലുള്ള വൈറ്റ് ഫുഡ് കളറിൻ്റെ ഡേറ്റ് കഴിഞ്ഞതുകൊണ്ട് കണ്ണിൽ ഡോട്ട് ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്തോ ഒരു ഫിനിഷിംഗ് കുറവ് പോലെ തോന്നി. ഞാൻ വിപ്പിംഗ് ക്രീം തന്നെ പൈപ്പിംഗ് ബാഗിലെടുത്ത് അറ്റം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ കണ്ണിന് ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു വൈറ്റ് ഡോട്ട് കൂടി വന്നപ്പോഴാണ് കേക്കിൻ്റെ ലുക്ക് മുഴുവനായിട്ട് ഫിനിഷായത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ എൻ്റെ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വരികയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.